ഒരപ്പൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എടാ എന്റെ കുഞ്ഞ് ജനിച്ചപ്പോൾ ഞാൻ എന്തുമാത്രം അവനെ പറ്റി സ്വപ്നം കണ്ടു. ഇവൻ വളർന്നു വന്ന് അപ്പനെ അമ്മയെ നോക്കുന്നവനും നല്ല കുഞ്ഞായിട്ട് ജീവിക്കണം നോക്കി ആഗ്രഹിച്ച് അവനെ വളർത്തിയതും ഉപദേശം കൊടുത്തതും. പക്ഷെ അവൻ വളർന്നു വന്നപ്പോൾ എന്താണെന്ന് അറിയാമോ? അപ്പനെ തല്ലുന്നവനായിട്ട് തീർന്നു, അമ്മയെ ചീത്ത പറയുന്നവനായിട്ട് തീർന്നു, സകല മനുഷ്യർക്ക് ശത്രുവായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെങ്കിലും അവന് ക്ലാസ് എടുത്തോ കള്ളു കുടിക്കാനില്ല, നമ്മൾ ആരെങ്കിലും അവനോട് ഉപദേശിച്ചോ പോലെ മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്നില്ല. അവൻ നന്നാകണമെന്ന് ഉപദേശിച്ചെങ്കിലും അവൻ തന്നെ തിന്മയായിട്ടുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം പ്രിയപ്പെട്ട, ഇത് മനുഷ്യന്റെ യഥാർത്ഥമായിരിക്കുന്ന സ്വഭാവമാണ്. ഒരു നായോട് ഒരു പട്ടിയോട് അത് കുരയ്ക്കില്ലെന്ന് പറഞ്ഞാൽ അത് വീണ്ടും കുരയ്ക്കുന്ന പോലെ മനുഷ്യന് പാപം ചെയ്യുക എന്നുള്ളത് അവന്റെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യമാണ്, അവന്റെ DNA അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനൊരു പരിഹാരം വരുത്തുവാൻ നമുക്ക് കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മുടെ പാപത്തിൽ നിന്ന് വിടുവിച്ച് നമുക്ക് സമാധാനം നൽകി തരുവാൻ കഴിയുന്ന യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ക്രിസ്തീയ മതവുമായിട്ട് ഇതിന് ബന്ധമില്ല. ഇവനാണത്രേ ലോകം സൃഷ്ടിക്കപ്പെട്ടത്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനും നമുക്ക് ഭക്ഷണവും വായുവും വസ്ത്രവും വെള്ളവും നൽകി തരുന്നവനും ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുന്നവനും